ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഓൺലൈൻ ജോബ്, ഓൺലൈൻ മണി ഏണിങ് ആപ്പ്, അങ്ങനെ ഒരുപാട് നമ്മൾ ഇപ്പം ഞാൻ അതിനകത്തൊക്കെ ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പം കുറച്ച് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ യൂട്യൂബ് ചാനലിട്ടുണ്ട്, പക്ഷേ ഞാൻ ആ യൂട്യൂബ് ചാനൽ ഇപ്പോൾ കാണാനില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല ജെനുവിനായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ആദ്യത്തെ ഒരു വീഡിയോ ഇട്ടതിൽ ലാറ്റിയോ എന്ന് പറഞ്ഞൊരു ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചായിരുന്നു. വളരെ പ്ലാറ്റ്ഫോം ചിലപ്പോൾ നല്ലതായിരിക്കും, കാരണം അതിനകത്ത് ഞാൻ വീണ്ടും കയറി അതിനകത്ത് നോക്കുമ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിനകത്ത് പേയ്മെൻറ്റ് ചെയ്യണം. നമ്മളൊരു വെരിഫൈഡ് ട്രാൻസ്ലേറ്റർ അല്ലേ അങ്ങനെ ആയാൽ ഫ്രീലാൻസർ ആയാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്നൊരു ഏണിങ് കിട്ടത്തുള്ളൂ. അപ്പം വെരിഫൈഡ് അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനൊരു $9 അത്ര. $9 എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ മണി എത്ര രൂപയാണ്. പക്ഷെ നമ്മളങ്ങനെ നമ്മുടെ കയ്യിൽ നിന്നൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ടിട്ട് ചെയ്യേണ്ട ഒരു കാര്യമില്ലെന്ന് തോന്നി. പിന്നെ വരുന്നതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ സ്കാമാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രൂലാൻസ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ 2-3 ചാനലിലൊക്കെ കണ്ടു ട്രൂലാൻസ്. അതിനകത്ത് ജോബ് ജെനുവിനാണ്, അതിനകത്ത് മലയാളം ടൈപ്പിങ് അങ്ങനെ ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അതിന് ഒരു വീഡിയോ ആണ് ഇന്നത്തെ കാണുന്നത്. അപ്പം ഞാൻ ഇതിപ്പോൾ ഫോണിൽ കുറച്ച് എററുള്ളതുകൊണ്ട് ഇതാണ് അതിൻ്റെ ഒരു സെർവർ വരുന്നത്. ഞാനൊരു ഐഡിയ ഒക്കെ ക്രിയേറ്റ് ചെയ്തായിരുന്നു. നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വർക്ക് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു മെയിൽ, അതായത് ഒരു സെപ്പറേറ്റ് ഒരു മെയിൽ ID ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇതെല്ലാം നിങ്ങൾ നോക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് ഞാൻ അത്യാവശ്യം ഞാൻ അതിൻ്റെ ഇത് കാണിച്ചു തരാം. ഡാഷ്ബോർഡ് എൻ്റെ പ്രൊഫൈലിനകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ അവരിങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ബയോഡാറ്റയൊക്കെ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അത്യാവശ്യം വേണ്ട രീതിയിൽ ഞാൻ ട്രാൻസ്ലേഷൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിരിക്കുന്നത്. അഡ്രസ്സും കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർവീസ് നോക്കാം. സോറി, ബാക്ക്ഗ്രൗണ്ട് ഇച്ചിരി സൗണ്ടൊക്കെ ആയിരിക്കും. അത് ഇവിടെ ഒരു TV കാണുന്നതിൻ്റെയാണ്. അപ്പോൾ ഇതാണ് അപ്ലൈ ഫോർ ജോബ് എന്നാണ് വരുന്നത്. അപ്പോൾ അവർ പ്രത്യേകം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, സ്പാം അലേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കാണ്ട് അങ്ങനത്തെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം സ്പാമാന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓൾറെഡി മെസ്സേജൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലത്തുള്ള സൈറ്റിൻ്റെ പ്രശ്നം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാവേ, വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതിപ്പോൾ ഉണ്ടോ, ഞാനിപ്പോൾ ഒരു ഇതുണ്ട്, ഇംഗ്ലീഷ് ബുക്ക് നീഡ് ടു ടൈപ്പ് MS Word എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്രാൻസ്ലേഷനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അതിനകത്ത് 35,323 രൂപയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കുറച്ച് നമ്മളത് ഇമേജസ് ഉണ്ട്, അത് നമ്മളത് വേർഡാക്കി കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്ര ആൾക്കാർ ഇതിന് പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്, ഇത്ര ആൾക്കാരാണ് ഫ്രീലാൻസായിട്ട് ഇത് ചെയ്യുന്നത്. അവരുടെയൊക്കെ സ്കോറ് കണ്ടോ. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ലെന്നാണ് ഇപ്പം നോക്കേണ്ടത്. നോക്ക്,
ഇതിനകത്ത് വ്യക്തമായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് യു മസ്റ്റ് ഹാവ് ബേസിക് ഓർ ഹയർ മെമ്പർഷിപ്പ് പ്ലാൻ ടു അപ്ലൈ ദിസ് പ്രോജക്റ്റ്. ഇങ്ങനെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതിനകത്തും നമ്മളൊരു ബേസിക് പ്ലാൻ എടുത്താൽ മാത്രമേ ഇതുപോലത്തെ ഉള്ള വർക്കൊക്കെ കിട്ടത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലത്തെ ഉള്ള ജോബ് പെട്ടെന്ന് ജോലി കിട്ടും, പെട്ടെന്ന് മണി ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇത് മാത്രമല്ല, ഞാൻ ഇതുപോലത്തെ കുറേ ട്രാൻസ്ലേഷൻ വർക്ക് ഞാൻ കണ്ടതെല്ലാം ഞാൻ രജിസ്റ്റർ ചെയ്തതിന് ട്രൈ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓരോരോ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ സെയിം നമ്മൾ ഈ ലാറ്റിയോ എന്ന് പറയുന്ന സൈറ്റിൽ കാണുന്ന കണക്ക് തന്നെയാണ്. കണ്ടോ, ഇത്രയും ജോബ് കാറ്റഗറിയാണ് അവർ കാണിക്കുന്നത്. IT പ്രോഗ്രാം, ഗ്രാഫിക്, ഡാറ്റ എൻട്രി, ട്രാൻസ്ലേഷൻ ഒക്കെ ഉണ്ട്. ഞാൻ ഈ റൈറ്റിംഗ് ട്രാൻസ്ലേഷനാണ് ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ കുറച്ച് കൊടുക്കാം. ട്രാൻസ്ക്രിപ്ഷൻ റിക്വയർഡ്, അങ്ങനെ കുറേ വേക്കൻസി ഉണ്ട്. അതിൻ്റെ ക്യാഷൊക്കെ കണ്ടോ. സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും എടുത്ത് കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 100 ടൺ ആയിട്ടുള്ള PDF കൺവേർട്ട് ചെയ്തിട്ട് PDF എനിക്ക് തോന്നുന്നത് ഇത് കൺവേർട്ട് ചെയ്ത് PDF ആണ്. അത് നമ്മളത് കൺവേർട്ട് ചെയ്ത് വേർഡ് ആക്കണം, അതാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഇത് ഇതുപോലെ തന്നെ ഉണ്ടോ, കുറേ പ്രപ്പോസൽസ് ഉണ്ട്. ഇത്ര ആൾക്കാർ ഇതിന് വെയിറ്റിംഗ് ആണ് ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെയൊക്കെ സ്കോർ എന്ന് പറയുന്നത് 9ഉം 8ഒക്കെയാണ്. നമ്മളിപ്പോൾ ഒരു പുതുതായിട്ട് ഇതിനകത്ത് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കിട്ടുമെന്ന് എനിക്കിതുവരെ ഇതിനകത്തൊരു വർക്കും കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രൂഫ് ഒന്ന് കാണിക്കാമെന്നായിരിക്കും. ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ താഴെ